ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1. ഷെഡ്യൂൾ യുവർ സെൽഫ് ഇൻ. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു വീക്ക് വന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിറവേറ്റാനായിട്ട്, ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, അത് കറക്റ്റായിട്ട് നിറവേറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നിങ്ങളൊരു കാര്യത്തിനൊരു സമയം കൊടുക്കുന്നുണ്ട്, സന്ദർഭം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളായിരിക്കാം. നിങ്ങൾ ഒരു സമയം വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ കുറേ കൂടെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിലും കുറച്ച് പേരോട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ട്, നിങ്ങൾ ലക്കിയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സാധിക്കുന്നില്ല, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്? ഓക്കെ, നമ്മളുടെ ലൈഫിൽ നമ്മൾ ലക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്? ഞാൻ കറക്റ്റ് ടൈമിൽ പഠിക്കുന്നുണ്ടോ? കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ഡ്യൂട്ടീസ്, ഞാൻ ചെയ്യേണ്ട ഡെയിലി റുട്ടീൻസ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കർത്തവ്യം, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ കറക്റ്റായിട്ട് നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട്, കുറച്ചും കൂടെ ആഴത്തിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയവും ആകാം. നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ, ഇൻറ്റൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചിട്ട് ഇവിടെ റീതിങ്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കുറേ കൂടെ ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതാണ്. കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Pile number 1. Mystic healer, healing energy flows through you. Breaking trial, a breakthrough is at hand. ഈ ഒരു വീക്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറക്ഷന് വേണ്ടിയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ത്രൂ, ഒരു ആൻസർ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ടഫായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, പ്രൊജക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേരെ ഒരു ഹീലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. മിസ്റ്റിക് ഹീലർ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലർ, ഡോക്ടർ, ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ അതിലും ഒരു ഹീലിംഗ് എനർജി എനിക്ക് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിയിൽ വന്നിട്ട് ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ്, ഒത്തിരി സ്പിരിച്വൽ എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്
എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ മുന്നിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. അപ്പോൾ കുറച്ച് പേരോട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ആൻസറിങ് ദ കോൾ, ദ ടൈം ഇസ് നൗ. കുറച്ച് പേർക്ക് ഡിവൈൻ ടൈം നടക്കുന്നുണ്ട്. കുറച്ച് പേരോട് കൺട്രോൾ റിലീസ് ചെയ്തിട്ട്, എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്തിട്ട് ഒരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് വന്നിട്ട് ഇവിടെ സ്പിരിച്വാലിറ്റിയിലോട്ട് കുറേ കൂടെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സമയം കൊടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ ഒരു ഹീലറിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഹാൻഡ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. താങ്ക് യു. കുറച്ച് പേര് ഈ ഒരു വീക്ക് ഡബിൾ മൈൻഡഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഏത് തിരഞ്ഞെടുക്കണം, എന്ത് സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ടാകാം. അതിൽ കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ചാരിയറ്റ്. The Lovers, 6 of Swords, 4 of Cups, Ace of Swords. അഗെയിൻ ഏസ് ഓഫ് സോഡ്സിലും എനിക്ക് ക്ലാരിറ്റി, വ്യക്തതയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ത്രൂ. കുറച്ച് പേർക്ക് ഇത് പ്രൊട്ടക്ഷൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് ഷീൽഡ് ചെയ്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഈ ഒരു വീക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് അധികം വിഷമിക്കാതിരിക്കുക. ഇവിടെ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി, മണി, ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ മെൻ്റൽ ടെൻഷനിൽ കൂടെ ഈ ഒരു വീക്ക് പോകുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയും കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്, ഒത്തിരി ഡ്യൂട്ടി, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അതുകൊണ്ടിട്ട് കുറച്ച് പേര് ടയേർഡായി പോകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പ് ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജീസ് എല്ലാം ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വീക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്, എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം, ഓക്കെ, ആ ഒരു എനർജി, ആ ഒരു പവർ കൊണ്ടിട്ട്, ആ ഒരു വൈബ്രേഷൻ കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഇവിടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി, ഇവിടെയും ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേരോട് അഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു ഹയർ പെർസ്പെക്റ്റീവ്, ഒരു ബിഗർ പിക്ചർ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. ഒരു ബിഗർ പേഴ്സൺ ആയിട്ട് നിന്നിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിഗർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റിയാണ്. ഓക്കെ, വിട്ടുകൊടുക്കുന്ന ആ ഒരു എനർജിയാണ്. ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം, എന്തെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ടാകാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഫോക്കസ് വന്നിട്ട് വേറെ പല കാര്യങ്ങളിലുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. ഓൾറെഡി ഉള്ള നിങ്ങളുടെ ആ ഒരു
വിഷമങ്ങളായിരിക്കാം, റിലേഷൻഷിപ്സിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളായിരിക്കാം. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എഗെയിൻ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അതൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ടാകാം, ഗ്രോ ചെയ്യാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ മണി ഫിനാൻസ് അഗെയിൻ ആ ഒരു ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് മൂവ് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്കൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കാരണം ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ, ഒരു കാം എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കാനായിട്ട്, കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒത്തിരി ടെൻഷനിലോട്ട് പോകാതിരിക്കുക, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ത്രൂ ഔട്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് പവർ ഉള്ളിലുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. സ്പിരിച്വൽ എനർജി, ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു വീക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് കൂടുതൽ നോളേജ് നേടുന്നത്, അറിവ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീക്ക് വന്നിട്ട്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ്, അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ചോയ്സസ് എടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട്, ഷീൽഡ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കാം, പൈൽ നമ്പർ 1. കണ്ടു, നോളേജ്. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഒത്തിരി നോളേജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അഗെയിൻ ആ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി വെളിച്ചം കൊണ്ടുതരുന്ന ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ബുക്സ് ത്രൂ ആയിരിക്കാം, നിങ്ങൾ വായിക്കുന്ന ബുക്കുകൾ വഴിയായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീക്ക് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരിവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട്, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ചൂസ് ചെയ്യുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബൗണ്ടറി, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട്, എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് ലോക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആ ഒരു ലോക്കിൽ പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട്, അത് അൺലോക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഒരു സ്റ്റക്ക് എനർജി ആയിരിക്കാം, ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം. കുറച്ച് പേര് കുറേ നാളായിട്ട് ഒരേ എനർജിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകാം, അവിടെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൈക്കിള് എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് മാറാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ടീവായിട്ടുള്ള മെസ്സേജസ്, അതായത് ഒത്തിരി സ്പിരിച്വൽ നോളേജ് നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, ചൂസൺ വൺസിന് ലഭിക്കുന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും അറിവായിരിക്കാം. അത് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്പിരിച്വൽ സപ്പോർട്ട്. ഇവിടെ ഗണപതിയാണ് വന്നേക്കുന്നത്.
എഗെയിൻ ഒബ്സ്റ്റക്കിൾസ് റിമൂവ് ചെയ്യുന്ന എനർജിയാണ്. ലോർഡ് ഗണേശയുടെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്, ഹെൽപ്പ് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ വന്നിട്ട് പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ് ഈ ഒരു വീക്ക്? താങ്ക് യു. 2 അഫർമേഷനാണ് വന്നിരിക്കുന്നത്. എവ്രിവെയർ ഐ ഗോ ഐ ഫൈൻഡ് ലവ്. കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആണ്. അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നുണ്ടാകാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, ഓക്കെ. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ആ ഒരു എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി. ഈ ഒരു വീക്ക് നിങ്ങളുടെ ഹെൽത്ത്, വെൽബീയിങ് അതിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബോഡി കറക്റ്റായിട്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഐ ആം എ വാരിയർ, ബ്രേവ് ആൻഡ് റെസിലിയൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ചസ്. ചാലഞ്ചസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ബ്രേവായിട്ട് നിങ്ങളതിനെ തരണം ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു ആത്മധൈര്യം, കുറച്ചും കൂടെ പോസിറ്റിവിറ്റി, ഓക്കെ, അത് ആ ഒരു എനർജി യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 അഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ എഴുതാം. എവ്രിവെയർ ഐ ഗോ ഐ ഫൈൻഡ് ലവ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി. ഓക്കെ, ബോഡിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളെ യൂണിവേഴ്സ് പോസിറ്റീവ് എനർജിയിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീക്കിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 2, താങ്ക് യു. പൈൽ നമ്പർ 2, pile number 2. Thank you. It's time to transform. ഇവിടെ നിങ്ങളോട് ഈ ഒരു വീക്ക് നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്സാണ് എടുക്കേണ്ടത്, എന്തെല്ലാം മാറ്റങ്ങളോടാണ് നിങ്ങൾ എസ് പറയേണ്ടത്, അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ എനർജി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷന്, ഒത്തിരി നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ ബൗണ്ടറി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മാറ്റാം, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ ഒരു വീക്കിൽ ചിന്തിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കുറച്ചൊരു എംപവർമെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങളുടെ പവറിൽ നിന്നിട്ട് വീക്ഷിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഹാർട്ട് ചക്ര വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ലൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീക്ക് നൽകുന്നതാണ്. കുറച്ചും കൂടെ ബിഗർ പിക്ചർ മനസ്സിലാക്കാനായിട്ട് ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എവിടെയെല്ലാമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ ഒരു വീക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2, pile number 2.
unknown territory, passion and pleasure, savor your life. ബാക്കിൽ വന്നിട്ട് സ്റ്റെപ്പിംഗ് ഇൻ ടു പവർ, യു ആർ സ്ട്രോങ് ബിയോണ്ട് മെഷർ. ഞാൻ പറഞ്ഞില്ലേ കോൺഫിഡൻസിൻ്റെ എനർജി, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാനായിട്ട്, നിങ്ങളുടെ പവർ മനസ്സിലാക്കി തരാനായിട്ട് യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹീലറിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇവിടെ ഒരു നോളേജുള്ള ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി വന്നിട്ട് ഒരു ക്രൗഡിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എനർജി വന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ പാഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഫാമിലിയുടെ ആ ഒരു ഫാമിലി യൂണിറ്റിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ഫാമിലിയുടെ സപ്പോർട്ടും ആകാം. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കിള്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട്. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിറ്റിയുടെ എനർജി ആയിരിക്കാം, സോൾ ഗ്രൂപ്പിൻ്റെ എനർജി ആയിരിക്കാം. അവർ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അഗ്നി വന്നിട്ട് പ്യൂരിഫിക്കേഷൻ്റെ എനർജിയാണ്. ഒത്തിരി പ്യൂരിഫിക്കേഷൻ, ഓക്കെ, ഒത്തിരി സ്പിരിച്വൽ ലെവലിൽ ഒത്തിരി പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേര് ഈ ഒരു വീക്കിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു അൺനോൺ ടെറിട്ടറിയിലോട്ട്, അൺനോൺ ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയത്തില്ല മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത്, പക്ഷേ ഇവിടെ നിങ്ങളെ നോളേജ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, എഗെയിൻ ഈ ഒരു എനർജിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റായിട്ട് മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു അൺനോൺ ജേണിക്ക് വേണ്ടിയിട്ട്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് റെഡിയാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ജേണി ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് ഫിസിക്കൽ ജേണി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ കൂടിയായിരിക്കാം കുറച്ച് പേര് കടന്നു പോകുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വലാണ്, നിങ്ങൾക്ക് അറിയാത്ത എനർജീസ്, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആ ഒരു എനർജീസ്, ആ ഒരു സ്റ്റേജിലോട്ട് കടക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്നതാണ്. ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവുകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ യൂണിവേഴ്സ് വന്നിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാഷൻ ആൻഡ് പ്ലഷർ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ നമ്മുടെ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ എനർജി, ആ ഒരു ക്യൂരിയോസിറ്റി, ഓക്കെ, അത് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സോളാർ പ്ലെക്സസ് ഹീലിംഗ് ആണ്. Thank you. Thank you. Ten of Wands, the Star, Seven of Wands, the Sun, the Empress, Four of Pentacles, Nine of Pentacles. Wow, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 of Wands വന്നിട്ട് ഇവിടെ പറയുകയാണ്, ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ആ സമയത്തെല്ലാം നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്.
ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാ റെസ്പോൺസിബിലിറ്റി, എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാതിരിക്കുക. നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇപ്പോൾ ഓഫീസ് വർക്ക് ആണെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഈക്വലായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് പറയാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അഗെയിൻ കോൺഫിഡൻസിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, സ്റ്റാർ വന്നിട്ട് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഹീലിങ്ങിൻ്റെ എനർജി അവൈലബിൾ ആണ്. ഒത്തിരി ഹീലിംഗ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ, ഒരു ഫെയിം, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലൈം ലൈറ്റിലോട്ട് വരിക, നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയുക, ആ ഒരു എനർജിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ കളക്റ്റീവായിട്ട് എല്ലാവരും ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ സൺ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ അത് കുറച്ചും കൂടെ മോൾഡ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഷേപ്പ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ മണി ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എംപ്രസും വന്നിട്ട് അബണ്ടൻസിൻ്റെ എനർജിയാണ്. എഗെയിൻ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അബണ്ടൻ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, അതായത് സമ്പൽ സമൃദ്ധി, ആ ഒരു മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ക്രിയേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ, പൊട്ടൻഷ്യൽ നിങ്ങൾ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വീക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈം ലൈറ്റിലോട്ട് വരാനായിട്ട്, ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ആൾക്കാർ തിരിച്ചറിയുന്ന ആ ഒരു ഏരിയയിലോട്ട് മാറാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് എനിക്ക് മെറ്റീരിയൽ അബണ്ടൻസ് ആണ്. ചിലപ്പോൾ ഹോമായിട്ട്, ഫാമിലി ആയിട്ട്, കുറച്ച് പേർക്ക് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലാൻഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് നടക്കുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച് കൊണ്ടുവരാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ ഓക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വീക്കായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം, ബോഡി അതെല്ലാം കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് പെർസീവിയറൻസ്, അതായത് തോറ്റു പോകാതിരിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലോയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേരോട് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത്തും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. ബാക്കിൽ വന്നിട്ട് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോഡ്സിൽ വന്നിട്ട് എഗെയിൻ എനിക്ക് ഒത്തിരി ട്രാൻസ്ഫോർമേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി ന്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, ന്യൂസ്, മെസ്സേജസ്, അല്ലെങ്കിൽ നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റിവിറ്റി. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു
ലാക്ക് മൈൻഡ് സെറ്റ്, അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് പേരോട് ഈ ഒരു വീക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത്, ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോണ സമയത്തും ഈ ഒരു വീക്ക് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. മെറ്റമോർഫിസിസ്. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചസ് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആ ഒരു പ്രോസസ്സ് അറിയാം. ഓക്കെ, ചിത്രശലഭമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രേസ്, ഇവിടെ കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വാൻ, കുറച്ച് പേർക്ക് ഈശ്വരൻ്റെ സപ്പോർട്ടാണ്. കുറച്ച് പേർക്ക് ഗ്രേസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ആ ഒരു ഗ്രേസ് കൊണ്ടിട്ട്, ഈശ്വരൻ അനുഗ്രഹം കൊണ്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് സൈക്കിളിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട്, ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നിട്ട്, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നേച്ചർ, ഇവിടെ നേച്ചർ ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, ഗുഡ് ലക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വീക്ക് ഗുഡ് ലക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ പ്രോപ്പർട്ടി, ലാൻഡ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ അഗ്രികൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നേച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണ്? ഈ ഒരു വീക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഇത് വന്നിട്ട് നിങ്ങളുടെ സെൽഫ് വർത്തായിട്ട്, നിങ്ങളുടെ മൂല്യമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറയുക, ഞാൻ സ്നേഹം അർഹിക്കുന്നുണ്ട്, ഞാൻ റെസ്പെക്റ്റ്, ബഹുമാനം അർഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ എനർജീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു എനർജീസ് വന്നിട്ട് നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രേനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. സെൽഫ് വർത്ത് ഇഷ്യൂസ്, നിങ്ങളുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേരോട് ശ്രദ്ധിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന വേർഡ്സ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പായൽ നമ്പർ 2 വന്നിട്ട് I am doing my best with what I have. ഓക്കെ, ഇവിടെ പറഞ്ഞ എനർജി തന്നെയാണ് 10 ഓഫ് വാൺസിൻ്റെ എനർജി. ഓവറായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവർ ചെയ്ത കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓവറായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. കുറച്ച് പേര് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ക്രിറ്റിസിസം പറയുന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് പറയുക, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ,
ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ എഫർമേഷൻസ് വേണമെങ്കിൽ താഴെ എഴുതാം. ഐ ആം വർത്തി ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ് വിത്ത് വാട്ട് ഐ ഹാവ്. എനിക്കുള്ളത് വെച്ചിട്ട് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും ഓഫീസ് വർക്കായിരിക്കാം, വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്നത് പോരാ, അങ്ങനെയൊക്കെ എനർജീസ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പായൽ നമ്പർ 3. താങ്ക് യു. Pile number 3. Get up, get moving. ഈ ഒരു വീക്കിൽ നിങ്ങളോട് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വൈബ്രൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടാണ്. ഗെറ്റ് അപ്പ് ഗെറ്റ് മൂവിങ് വന്നിട്ട് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക, മടിച്ചിരിക്കാതിരിക്കുക. എക്സ്ക്യൂസ് നൽകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകില്ല, ബോർഡം ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ഓവറായിട്ട് എക്സ്ക്യൂസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കത്തില്ല, എനിക്കിത് പറ്റത്തില്ല, അങ്ങനത്തെ എക്സ്ക്യൂസസ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടിട്ടാണ്? ഓക്കെ, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഈ ഒരു വീക്ക് ചിന്തിക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഫൈൻഡ് യുവർ കാം. കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ പീസ് ആൻഡ് ഹാർമണി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസ് ചിലപ്പോൾ ഒത്തിരി ആവശ്യമായിട്ട് ഈ ഒരു വീക്ക് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടാകില്ല, ഒത്തിരി സ്ലോ എനർജി, സ്റ്റക്ക് എനർജി, ഒത്തിരി കാര്യങ്ങളിൽ കൂടെ പോകുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു സമയത്തും നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, പേഷ്യൻസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമ, ആ ഒരു ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഹിബിഷൻസ് ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഷൈനസ്, എന്തെങ്കിലുമൊക്കെ നാണം, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുറച്ച് പേരോട് തിങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരോട് നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ലൈഫിലോട്ട് മുന്നിലോട്ട് വരുന്ന അവസരങ്ങൾ, അതെല്ലാം കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട്, ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 3. പായൽ നമ്പർ 3. Faraway places, distant thunder. കുറച്ച് പേർക്ക് ഇത് ടവർ മൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടവർ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ടവർ മൂവ്മെൻറ്റ്സ് ഒരിക്കലും, ടവർ കാർഡ് ഉണ്ട് നമ്മുടെ ടാരോയിൽ, അത് നിങ്ങൾ ഒത്തിരി നെഗറ്റീവ് എനർജിയിൽ കാണാതിരിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ ചില സമയത്ത് ടവർ മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മളുടെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിലൊരു വൈബ്രൻസ് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ടവർ മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ സന്ദർഭങ്ങൾ വരണ സമയത്ത് എന്തെങ്കിലും ഷോക്കിംഗ്, സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ, എന്തുമായിക്കോട്ടെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളുടെ ഡയറക്ഷനിൽ എന്ത് ചേഞ്ചസ് വരുത്താനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ,
കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിലൊരു ഡീക്ലട്ടർ കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി എന്താ പറയുക നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡീക്ലട്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു സൈക്കിളിലോട്ട് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കൂട്ടിൽ അകപ്പെട്ട ഒരു കിളീനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കേജിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം കൊണ്ടുവരണം. ആ ഒരു കേജിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ആ ഒരു സൈക്കിൾ ഇവിടെ ബിഗിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഹെൽത്തിൽ ഒത്തിരി എന്താ പറയുക, ഒത്തിരി ശ്രമിച്ചിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്? ആ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ ഡയറ്റാണോ? ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ആ ഒരു സൈക്കിൾ ഇവിടെ ബിഗിൻ ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സുമായിരിക്കും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്ക് ഈ ഒരു ടവർ മൂവ്മെൻറ്റ്സ് കൊണ്ടിട്ട് പല പല സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്കത് മുന്നിട്ട് നിന്നിട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവറിലോട്ട് നിങ്ങൾ വരുന്നതാണ്. വോ, ബാക്കിൽ വന്നിട്ട് സ്റ്റെപ്പിംഗ് ഇൻ ടു പവർ, യു ആർ സ്ട്രോങ് ബിയോണ്ട് മെഷേഴ്സ്, ഇൻഫിനിറ്റ് അബണ്ടൻസ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഗെയിൻ ആ ഒരു പാത്ത് ജേണിയാണ് കാണിക്കുന്നത്. ഒരു ലോങ് ജേണിയിൽ നിങ്ങൾ പുറപ്പെടുന്നതായിരിക്കാം, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു പവറിലെത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഫിനിറ്റ് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഫാർ അവേ പ്ലേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്ഥലം വിട്ടിട്ട് വേറൊരു പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, മൂവ് ചെയ്യുക, ട്രാവൽ ചെയ്യുക. ആ ഒരു ഫേസിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൈക്കിൾ ബിഗിൻ ചെയ്യുന്നതായിരിക്കാം. കുറച്ചും കൂടെ വിശാലമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സൈക്കിളായിട്ടും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു പോസിറ്റിവിറ്റിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡീക്ലട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ടിട്ട് പുതിയ കാര്യങ്ങൾക്ക് വരാനായിട്ട് സ്ഥലമില്ല, സ്പേസ് ഇല്ല. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഒത്തിരി ടാലൻ്റ് ഉണ്ട്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഒത്തിരി ഗിഫ്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതെല്ലാം സപ്രസ് ചെയ്ത് നിർത്തിയേക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് പുറത്തോട്ട് എടുക്കാനായിട്ട് കുറച്ച് പേർക്കുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അതെല്ലാം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അതെല്ലാം മാറാനായിട്ടുള്ള ആ ഒരു പീരീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ന്യൂ ഹൊറൈസൺസ്, പുതിയ മേഖലകൾ. ഓക്കെ, പുതിയ കാര്യങ്ങൾ. എല്ലാവർക്കും അറിയാം 8th വന്നിട്ട് എക്ലിപ്സ് ടൈമാണ്. ചിലപ്പോൾ ആ ഒരു എക്ലിപ്സ് ടൈം അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാകാം. താങ്ക് യു. Four of Pentacles, Page of Pentacles, പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വൗ, മൂന്നും ഇവിടെ പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 3D ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, മെറ്റീരിയൽ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്.
ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് അഗെയിൻ ഒത്തിരി സ്റ്റഫ്ഡായിട്ട് മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ചും കൂടെ ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് സ്റ്റെബിലിറ്റിയാണ്. ഈ ഒരു കിങ്ങിനറിയാം എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ആക്ഷൻസ് എടുക്കണം, എവിടെ ഞാൻ എൻ്റെ മണി ഇൻവെസ്റ്റ് ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങളോട് ഞാൻ എസ് പറയണം, ഏതെല്ലാം കാര്യങ്ങളോട് ഞാൻ നോ പറയണം. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലോട്ട് എടുക്കണം. ഓക്കെ, ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നത്. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂ ജോബ് ഓഫർ ആയിരിക്കാം, എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വീക്ക് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ഫാമിലി ആൻസിസ്ട്രലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീക്ക് കടന്നു വരുന്നത്. 8 of Swords, 6 of Swords, Hermit, Judgment. ഈ ഒരു വീക്ക് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ്, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലായിരിക്കാം. വേൾഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം. അത് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിധി, എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 8 of Swords വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീക്ക് വന്നിട്ട് ഒത്തിരി സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം, പാസ്റ്റിലെ എന്തെങ്കിലും സ്ട്രഗിൾസ് ആയിരിക്കാം. അത് നിങ്ങൾ ഈ ഒരു സമയത്തിൽ എന്താ പറയുക, ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത്. ഓക്കെ, കുറച്ച് പേരുടെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടും ഈ ഒരു വീക്ക് ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണി ഫിനാൻസിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സിക്സ് ഓഫ് സോഡ്സിലും വന്നിട്ട് അഗെയിൻ ഈ ഒരു ട്രാവലിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ട്രാവൽ പ്ലാൻസ് ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ജോലി കിട്ടി വേറെ പ്ലേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം. ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ കരിയറിൽ എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഹാപ്പിനെസ് കൊണ്ടുതരുന്ന, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീക്ക് വന്നിട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തെങ്കിലും സത്യങ്ങളായിരിക്കാം, ട്രൂത്ത് ആയിരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് കുറച്ച് പേരോട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ഹാർമണി. ഓക്കെ, ഇത് വന്നിട്ട് ഈ ഒരു വീക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ഒരു ഹാർമണിയിലോട്ട് വരുന്നുണ്ടാകാം, ഒരു ബാലൻസിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളെ
ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി കൊണ്ടിട്ട് ഒത്തിരി ഹീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എല്ലാ കാര്യങ്ങളും ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒരു അലൈൻമെൻറ്റിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി, എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ട്രബിളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. റീബർത്ത്, ഞാനിവിടെ പറഞ്ഞില്ലായിരുന്നു, ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സോളാർ എക്ലിപ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കണ്ടോ, ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ടവർ മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നുണ്ടാകാം, പക്ഷേ ഈ ഒരു ടവർ പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ഒത്തിരി റീബർത്തിൻ്റെ എനർജി കൂടെ നിങ്ങൾ ഈ ഒരു വീക്ക് കടന്നു പോകുന്നതാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കോപ്പറേഷൻ്റെ എനർജി ആയിരിക്കാം. മറ്റുള്ളവരായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കോപ്പറേഷൻ, എല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുന്ന എനർജിയും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഷൈൻ യുവർ ലൈറ്റ്. കുറച്ച് പേർക്ക് ഇത് പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്, കുറച്ച് പേർക്ക് ഇത് ഗൈഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ബാക്കിൽ വന്നിട്ട് പേഷ്യൻസ് ആണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി സമാധാനമായിട്ട് നിങ്ങളുടെ ആക്ഷൻസ് ചെയ്ത് കർമ്മ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഷൈൻ ചെയ്യാനായിട്ട്, ഒത്തിരി പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ക്യാമലിൻ്റെ എനർജി, കമ്പാരിസൺ, നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, കറേജ്. അപ്പോൾ ഈ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട്, പോസിറ്റിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. നിങ്ങൾ ഈ ഒരു വീക്ക് എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഐ ട്രസ്റ്റ് ദാറ്റ് ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ് മൈ ഡ്രീംസ്. നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, നിങ്ങളുടെ പവർ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ കറേജിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മധൈര്യം കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അത് നിങ്ങളോട് ചിന്തിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. നിങ്ങളിൽ കൂടുതൽ ട്രസ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പവറും നിങ്ങൾ തിരിച്ചറിയുക, ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഐ ആം വർത്തി ഓഫ് ദ വെരി ബെസ്റ്റ് ഇൻ മൈ ലൈഫ്. ഇത് വന്നിട്ട് സെൽഫ് വർത്ത് ഇഷ്യൂസ് ആണ്. വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേരോട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ ലൈഫിലോട്ട് കടന്നു വരും. ഓക്കെ, ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ഐ ആം ബീക്കൺ ഓഫ് ലൈറ്റ് സ്പ്രെഡിങ് കൈൻഡ്നെസ് ആൻഡ് പോസിറ്റിവിറ്റി വെയർ എവർ ഐ ഗോ. നിങ്ങളുടെ ഉള്ളിൽ കൈൻഡ്നെസ്, ഓക്കെ, ആ ഒരു സ്നേഹം, പോസിറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ആം എ ബീക്കൺ ഓഫ് ലൈറ്റ്, ഈ ഒരു ലൈറ്റിൻ്റെ എനർജി തന്നെയാണ്. നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഫർമേഷൻസ് താഴെ എഴുതാവുന്നതാണ്. ഐ ട്രസ്റ്റ് ദാറ്റ് ഐ ആം കേപ്പബിൾ ഓഫ് അച്ചീവിങ് മൈ ഡ്രീംസ്. ഐ ആം വർത്തി ഓഫ് ദ വെരി ബെസ്റ്റ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.